ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ് 12-ലെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ച് നിർത്തിയത് എന്തായിരുന്നു? പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ആയിരുന്നു നമ്മൾ പഠിച്ച് നിർത്തിയത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിൻ്റെ പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. വിതൗട്ട് എക്സ്പാൻഡിങ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1, 3, 5, 2, 6, 10 and 31, 11, 8. ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എക്സ്പാൻഡ് ചെയ്യാതെ കണ്ടുപിടിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പാൻഡ് ചെയ്യാതെ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനായിട്ടൊരു മെത്തേഡ് നമ്മൾ പഠിച്ചിരുന്നല്ലോ. ഫസ്റ്റ് റോ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അത് ഉപയോഗിച്ചാലും നമുക്ക് ഡിറ്റർമിനൻറ്റ് കിട്ടും, പക്ഷേ മാർക്ക് കിട്ടില്ല. കാരണം ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് വിതൗട്ട് എക്സ്പാൻഡിങ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കോണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഈ ഡിറ്റർമിനൻറ്റിൽ നോക്കിക്കേ, ഏത് പ്രോപ്പർട്ടി ആയിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവർ? ഇന്ന പ്രോപ്പർട്ടീത്തൊന്നും എടുത്ത് പറയത്തൊന്നുമില്ല, നമ്മൾ തന്നെ അത് കണ്ടുപിടിച്ചോണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ R1ഉം R2ഉം തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് നോക്കിക്കേ. R1ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ R2 എന്ന് പറയുന്നത്. അതായത് R1നെ കംപ്ലീറ്റ് ആയിട്ടൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് R2 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഈ R2വിൽ നിന്ന് ഒരു 2 കോമൺ ആയിട്ട് വെളിയിലേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ഫസ്റ്റ് റോയ്ക്ക് മാറ്റമൊന്നുമില്ല 1, 3, 5. ഞാൻ ഈ R2വിൽ നിന്ന് റോ 2വിൽ നിന്ന് ഒരു 2 കോമൺ ആയിട്ട് വെളിയിലെടുക്കും. 2ൽ നിന്ന് 2 പുറത്തോട്ട് എടുത്തപ്പോൾ 1 ആയി. 6ൽ നിന്ന് 2 പുറത്തോട്ട് എടുത്തപ്പോൾ അത് 3 ആയി. 10ൽ നിന്ന് 2 പുറത്തോട്ട് എടുത്തപ്പോൾ അത് 5 ആയി. റോ 3 അങ്ങനെ തന്നെ എഴുതുക. 31, 11, 18. ഓക്കെ, ഇവിടെ നോക്കിക്കേ, R1ഉം R2 ഒരേപോലെ വന്നില്ലേ? ഇത് ഏത് പ്രോപ്പർട്ടിയാണ്? ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ അകത്ത് ഏതെങ്കിലും 2 റോസോ അല്ലെങ്കിൽ 2 കോളംസോ ഐഡൻറ്റിക്കലായിട്ട് വന്നാൽ ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എന്താകും? 0 ആകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 2 ഇൻറ്റു 0, ദ ആൻസർ ഇസ് 0. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Without expanding, evaluate the determinant of determinant 41, 15, 79, 79, 29, 53. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ, നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പാടില്ല, അല്ലാതെ തന്നെ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഡിറ്റർമിനൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് വേണം നമ്മളിവിടെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ എന്തായിരുന്നു? ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ പുറത്തോട്ട് എടുത്തപ്പോൾ അതിൽ 2 റോസ് ഒരുപോലെ വന്നു, അതിൻ്റെ വാല്യൂ 0 ആയിട്ട് മാറി. ഇപ്പോൾ നമുക്ക് ഈ കേസിൽ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് 2 ഇപ്പം ഒന്നൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആണോ, പുറത്തോട്ട് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ അങ്ങനെ പുറത്തോട്ട് എടുത്താൽ മാത്രമേ 2 എണ്ണം ഒരുപോലെ വരൂ എന്ന് വിചാരിക്കരുത്. ഇപ്പം നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഇപ്പം നമ്മൾ മെട്രിക്സിൻ്റെ ലാസ്റ്റ് നമ്മൾ പഠിച്ചിട്ടില്ലേ, റോ ട്രാൻസ്ഫോർമേഷനും കോളം ട്രാൻസ്ഫോർമേഷനും ഒക്കെ. അതായത് ഒരു റോയുടെ കൂടെ മറ്റൊരു റോയുടെ മൾട്ടിപ്പിൾ ആഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ. അതേ മെത്തേഡ് ഉപയോഗിച്ചും നമുക്കിവിടെ 2 റോയോ 2 കോളത്തെയോ ഒരുപോലെ ആക്കിയെടുക്കാം. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു മെത്തേഡാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അതായത് ഈ ഡിറ്റർമിനൻറ്റിൽ ഞാൻ വരുത്തുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ C1 ചേഞ്ചസ് ടു C1നെയാണ് ഞാൻ മാറ്റാൻ പോകുന്നത്. എങ്ങനെ? C1 പ്ലസ് -8 ഇൻറ്റു C3. C1നെ എങ്ങനെ മാറ്റുന്നത്? C1ൻ്റെ കൂടെ C3നെ -8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. ക്ലിയർ? അതായത് C3 ആയ 593യുടെ കൂടെ ഞാൻ -8 മൾട്ടിപ്ലൈ ചെയ്യും. ആ കിട്ടുന്ന ആൻസർ ഞാൻ 41, 79, 29 ഇതിനോട് ഞാൻ ആഡ് ചെയ്തിട്ടാണ് എഴുതാനായിട്ട് പോകുന്നത്. ക്ലിയർ? അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വരുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ C1 ഞാൻ മാറ്റാൻ പോകുന്നത് എങ്ങനെയാണ്? C1ൻ്റെ കൂടെ C3നെ ഞാൻ -8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ വരും? 41 പ്ലസ് -8 ഇൻറ്റു 5 അല്ലേ. അതായത് C1 ആണ് ചേഞ്ച് ചെയ്യുന്നത്. 41ൻ്റെ കൂടെ 5നെ ഞാൻ -8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തു. അടുത്തത് 79 പ്ലസ് -8 ഇൻറ്റു 9. നെക്സ്റ്റ് 29 പ്ലസ് -8 ഇൻറ്റു 3. അപ്പോൾ അത് നമ്മൾ മാറ്റം വരുത്താനായിട്ട് അത്രയും ചെയ്തു. ഇനി സോൾവ് ചെയ്യണം. പക്ഷേ C2നും C3ക്ക് മാറ്റമൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതണം. 1, 7, 5, 5, 9, 3. ഓക്കെ,
ഇനി നമുക്കിതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് 41 പ്ലസ് -8 × 5 ഇസ് -40. ബാക്കി രണ്ടും അതുപോലെ തന്നെ എഴുതാം. 1 5. അടുത്തത് 79 പ്ലസ് -8 × 9 ഇസ് -72 7 9. ഇവിടെ 29 പ്ലസ് -8 × 3 ഇസ് -24 5 3. ഓക്കെ, ഇനി ഇതൊന്ന് സോൾവ് ചെയ്താൽ പോരെ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി എഴുതാം. ഡിറ്റർമിനൻ്റ് ഓഫ് എന്ത് വരും? 41 പ്ലസ് മൈനസും മൈനസ് ആകും. അപ്പോൾ 41 - 40 ഇസ് 1. 79 - 72 ഇസ് 7. 29 - 24 ഇസ് 5. ബാക്കി രണ്ടും അതുപോലെ തന്നെ എഴുതാമല്ലോ. 1 7 5 5 9 3. ഓക്കെ, അപ്പോൾ ഇതിനെ സോൾവ് ചെയ്തപ്പോഴാണ് നമുക്കിവിടെ 175 ആയത്. രണ്ടാമത്തെ കോളം നമ്മൾ അങ്ങനെ തന്നെ എഴുതി, മൂന്നാമത്തെ കോളം നമുക്ക് അങ്ങനെ തന്നെ എഴുതി, മാറ്റമൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും ഐഡൻറ്റിക്കലായിട്ട് വന്നില്ലേ. അപ്പോൾ ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ അകത്ത് ഏതെങ്കിലും 2 കോളംസോ 2 റോസോ ഐഡൻറ്റിക്കലായിട്ട് വന്നാൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്? 0 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ ഓരോ പ്രോപ്പർട്ടിയും ഇതിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഏത് പ്രോപ്പർട്ടിയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് പുറത്തോട്ട് എടുക്കുമ്പോഴായിരിക്കാം നമുക്ക് ഒരുപോലെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോഴായിരിക്കാം നമുക്ക് ഒരുപോലെ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കിതിൽ ചെയ്യാമെന്ന് നിങ്ങൾ ഓർത്തോണം. ഓക്കെ, അല്ലാതെ മറ്റ് പ്രോപ്പർട്ടികളും ഇതിൽ ആപ്ലിക്കബിൾ ആണോ എന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. ഓക്കെ, ഒരിക്കലും എക്സ്പാൻഡ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഒരിക്കലും എക്സ്പാൻഡ് ചെയ്ത് ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കരുത്, മാർക്ക് കിട്ടില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിതിന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ പ്രോപ്പർട്ടീസ് എല്ലാവരും തന്നെ നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ ഇന്ന് ചെയ്ത 2 പ്രോബ്ലംസും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവർ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.